നമ്മള് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന വീടുകളിൽ ഇപ്പൊ ഈ അവശേഷിക്കുന്ന വീടുകളിലൊന്നും ആരുമില്ല. എല്ലാരും പോയി. ആ വെള്ള വീട്ടിൽ മാത്രം ക്യാമറ അങ്ങോട്ട് നോക്കി വെള്ള വീട് കാശ്മീർ വരുന്ന വെള്ള വീട്ടിലേക്കൊന്ന് ആ വെള്ള വീട്ടിൽ മാത്രം ആൾ ക്യാമ്പിലുണ്ടായിരുന്നു. ആ ക്യാമ്പിലുണ്ട് സംസാരിക്കുന്നുണ്ട്. ആ വീടുണ്ടല്ലോ ആ ഭിത്തി പൊളിഞ്ഞു കിടക്കുന്ന ആ വീട്ടില് താഴെയും മുകളിലുമായി 2 ഫാമിലി ഉണ്ടായിരുന്നു. ആ മുഴുവൻ ഫാമിലിയും രക്ഷപ്പെട്ടു. അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. അല്ല, ഈ 2 വീട്ടിലാർക്കും സംഭവിച്ചില്ല. അവർ ഈ വെള്ളം വന്ന സമയത്ത് അവര് ഈ വെള്ളം ഈ വീടിനകത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കായിരുന്നു. ആ വീട് ചുഴി. എന്നിട്ട് അതിൽ ആ ആള് ഈ വാതിലങ്ങ് തുറന്നു വിട്ടു. അപ്പോഴേക്ക് ഇവര് പുറത്തേക്ക് തെറിച്ചുപോയി. ഒരു പ്രായമായ അമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ഈ ഗ്രഹനാഥന് ഈ അമ്മയും ഈ മകളെയും ഭാര്യയും ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു ജനലിൽ ഇങ്ങനെ പിടിച്ചു കിടന്നു. എന്നിട്ട് വെള്ളം ആദ്യത്തെ ഉരുള് പൊട്ടി. അപ്പോഴേക്ക് ഇവര് ആ വീടിന്റെ മുകളിലേക്ക് കയറി. അവിടേക്കും വെള്ളം വന്നു. പക്ഷെ അവർ ആ ജനലിൽ അങ്ങനെ പിടിച്ചു കിടന്നു. കുറെ സമയം കിടന്ന് ആ സമയമായപ്പോഴേക്ക് ആളുകളൊക്കെ വന്നു അവരെ മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി. അത്ഭുതകരമായ അതിജീവനം. എന്താണ് ആൽമരത്തിന്റെ പകുതിയോളം വെള്ളം വന്നു എന്നാ പറഞ്ഞത് അല്ലേ? അത്ര ഉയരത്തിൽ വെള്ളം വന്നാണ് ഈ ആൽമരം അതിജീവനത്തിന് പ്രതി നിൽക്കുക. എത്ര വലിയ തടി കഷ്ണം ഇടിച്ചിട്ടും ആൽമരത്തൊന്നും പറ്റിയില്ല. അങ്ങനെ ശക്തമായി എന്താണ് ഈ മേഖലയുടെ അതിജീവനത്തിന്റെ പ്രതീകമായി എല്ലാ കാലവും ഈ ആൽമരം നിൽക്കുക. ആ വഴി അങ്ങോട്ട് അട്ടമല പോകുന്ന അട്ടമല പോകുന്ന വഴിയില്ല കേട്ടോ. അട്ടമല പോകുന്ന വഴിയാണ്. അട്ടമലയിൽ പക്ഷെ അന്ന് വലിയ ദുരന്തം ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ അവിടെ ആൾ കുടുങ്ങിപ്പോയത് ഉണ്ടായിരുന്നുള്ളൂ. വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും അട്ടമല, പുത്തുമല, അട്ടമല, മുണ്ടക്കൈ പാലം കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ അട്ടമല മുണ്ടക്കൈ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ അട്ടമലയിൽ അന്ന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ പുഴ ഒഴുകി തുടങ്ങി അല്ലേ കാശ്മീർ? പുഴ ഒഴുകി പുനരധിവാസത്തിന്റെ പുഴയായിട്ട് നമുക്ക് സങ്കല്പിക്കാം. 100%. നമ്മളന്ന് ചെറിയൊരു ഇവിടെയായിരുന്നു ആദ്യം ഒരു പാലം, താൽക്കാലിക പാലം അത് പൊളിച്ചു മാറ്റി. അതിലൂടെയാണ് മുണ്ടക്കയിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകളെ അക്കരെ എത്തിച്ചത്.